അർജുനായെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പല യുവാക്കളുടെയും ഒരു നായകനായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പോലീസുകാരൻ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അയാൾക്ക് നായകനാണെന്ന് തോന്നുന്നുണ്ടാവും, ശരിക്കും അയാൾ നായകനല്ല എന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പോൾ എന്തായാലും അർജുൻ നായങ്കിയായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം ഉണ്ടായി. അർജുൻ നായങ്കിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ടി ജി മോഹൻദാസിനെതിരെ അറസ്റ്റ് ഒരു നടപടി ഉണ്ടായത്. അങ്ങനെയും ഒരു ആഖ്യാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ പല മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ അർജുൻ നായകിയെ പോലെയുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിലെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേരള പോലീസിനെ വെല്ലുവിളിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് പോലീസുകാർ പറയുന്നത് വെച്ചാൽ കേരള പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് കേരളത്തെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്. അങ്ങനെ ഒരു നായക പരിവേഷം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പോലീസിനെ വെല്ലുവിളിക്കുന്ന പോലീസുകാരാണെങ്കിൽ അവരുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹമാവട്ടെ CPM ആവട്ടെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ബാധ്യതയില്ല എന്ന് ചാനൽ ചർച്ചകളിൽ CPMന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയത്തെ ഇതായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുക? സത്യത്തിൽ അർജുനായെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് വരുന്നത് ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുന്ന ഏർപ്പാടുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാർ ഗൾഫിൽ നിന്നും മറ്റും കയറ്റി അയക്കുന്ന സ്വർണം ഇവിടെ എത്തി അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് കൈമാറുന്നതിന് മുമ്പേ വേറൊരു സംഘം വന്ന് തട്ടിക്കൊണ്ടുപോവാണ്, പൊട്ടിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. രാമനാട്ടുകര അത്തരം ഒരു സംഭവം ഉണ്ടായി, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. രണ്ട് സംഘങ്ങൾ തമ്മിൽ ഉള്ളൊരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചാൾ മരിച്ചു. കരിപ്പൂർ എയർപോർട്ടിൽ വന്ന സ്വർണ്ണമാണ്. അതിൻ്റെ ലീഡർഷിപ്പിൽ ഒരു ഭാഗത്തുണ്ടായിരുന്ന അർജുനായെങ്കിയാണ്. അതിനുശേഷമാണ് അർജുനായെങ്കിയെക്കുറിച്ച് പുറലോകം അറിയുന്നത്. അയാൾ CPMൻ്റെ മെമ്പറായിരുന്നു, വളണ്ടിയർ ഒക്കെ ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു ചാവേറാണ്. അതുകൊണ്ട് അർജുനായെങ്കിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ ആരാധകരുണ്ട്. CPMുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ DYFI ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ചെറുപ്പക്കാർ ഇത്തരം ചെറിയ ചെറിയ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ ഒക്കെ ചെയ്യുന്ന, എന്നാൽ പാർട്ടിക്ക് വേണ്ടി സംഘർഷം ഉണ്ടാക്കാനും അടികൊള്ളാനും ആളെ വെട്ടാനും ഒക്കെ പോകുന്ന ഒരു പുതിയ വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൻ്റെ നേതാവായിട്ടാണ് അർജുനായെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്വയം പ്രതിഷ്ഠിക്കുന്നത്. CPM കുറേ കാലം അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് കണ്ണൂരിൽ ഇത്തരം ഏർപ്പാടുകൾക്കെതിരെ വലിയൊരു പ്രതിഷേധമായിരുന്നു വന്നു. DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന മനു തോമസ് പരസ്യമായി തന്നെ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സമയത്ത് DYFIയെ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു ക്യാമ്പയിന് വേണ്ടി ശ്രമിച്ചു, ജാഥകളൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ അതൊരു വിഷയമായിട്ട് കണ്ണൂരിൽ വന്നു. മനു തോമസ് ഇപ്പോൾ പാർട്ടിയിലില്ല, CPMലില്ല, അദ്ദേഹം മെമ്പർഷിപ്പ് ഒതുക്കിയില്ല, പുറത്താക്കപ്പെട്ടു, അങ്ങനെ പുറത്തുപോയി. പക്ഷേ അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് കണ്ണൂർ CPMലെ ഒരു പ്രബലനായ നേതാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചാവേറുകളാണ് ഇവരൊക്കെ എന്നാണ്. ആ പ്രബലനായ നേതാവ് നേരത്തെ കണ്ണൂർ ജില്ലയിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മനു തോമസ് ഉന്നം വയ്ക്കുന്നത് P ജയരാജനെയാണ്. മനു തോമസ് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ പല നേതാക്കളും MP ജയരാജനായാലും EP ജയരാജനായാലും ഒക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചിട്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. അതിൽ CPMൻ്റെ ഉയർന്ന നേതാക്കൾ പോലും പങ്കാളികളാവുന്നു. അത് ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റുന്നു എന്ന നിലയ്ക്കാണ് അവരിതിനെ കാണുന്നത്. പക്ഷേ അർജുനായെങ്കിയെ പോലുള്ളവരും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരൊക്കെ പറയുന്നത് പാർട്ടിക്ക് സായുധമായ ചെറുത്തുനിൽപ്പിന് അതിൻ്റെ കുന്തമനയായി നിൽക്കുന്നത് ഞങ്ങളാണ്, പാർട്ടിയെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ്. ബാക്കിയുള്ളവരൊക്കെ പ്രസംഗിച്ച് പോവുകയാണ്, പക്ഷേ ഞങ്ങളാണ് തെരുവിൽ നിന്നിട്ട് ഈ പാർട്ടി ശത്രുക്കളെ കായികമായി നേരിടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് മഹത്തായൊരു ത്യാഗമാണ്, വിപ്ലവ പ്രവർത്തനമാണ്, സായുധമായ ഒരു ഇടപെടലാണ്. അങ്ങനെയുള്ളവരെ പാർട്ടി തള്ളി പറയുന്നത് ശരിയല്ല എന്നാണ് അവരുടെ പക്ഷം. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ ഈ രണ്ട് വിഭാഗമുണ്ട്. അങ്ങനെ അർജുനായെങ്കിയെ പോലുള്ള ഒരു സഖാവിനെ തള്ളിക്കളയുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുകയും അത് പറയുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അർജുനായെങ്കിയെ പോലുള്ളവരെ സംരക്ഷിക്കുന്നത് ശരിയല്ല എന്ന വാദഗതിക്കാരും ഉണ്ട്. അത് CPMൻ്റെ ഒരു ആഭ്യന്തര രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ നമുക്കതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കണ്ണൂരിലെ CPMനകത്ത് കഴിഞ്ഞൊരു കാൽനൂറ്റാണ്ട് കാലമായി ഉയർന്നു വന്ന, കാൽനൂറ്റാണ്ട് കാലമായി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഉണ്ട്, പക്ഷെ അതൊരു അക്യൂട്ടായ ഒരു വളരെ ഗൗരവമുള്ള വിഷയമായിട്ട് വന്നിട്ട് കാൽനൂറ്റാണ്ടായിട്ടേ ഉള്ളൂ.
ക്രിമിനൽ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറ്റുക എന്നുള്ളതാണ്. ക്രിമിനൽ പ്രവർത്തനങ്ങളെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു മേഖലയിലെ പ്രവർത്തനമാക്കി ന്യായീകരിക്കുക, അതിന് പറ്റുന്ന ആളുകളെ വളർത്തിയെടുക്കുക, അവരെ സംരക്ഷിക്കുക, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കോടതിക്കകത്തും ജയിലിനകത്തും ഒക്കെ ഒരുക്കി കൊടുക്കുക. ആ നിലയ്ക്കുള്ളൊരു സംവിധാനം അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പല ആളുകളെയും കൊലപ്പെടുത്താൻ ഈ ആളുകളെ ഉപയോഗിച്ചിട്ടുണ്ട്, പലരുടെയും വീട് ആക്രമിക്കാൻ അവരെ ഉപയോഗിച്ചിട്ടുണ്ട്, പലരെയും കായികമായി നേരിടാൻ ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം വരെ ഈ ഒരു പ്രവർത്തനം നിർബാധം കണ്ണൂരിലും സമീപ ജില്ലകളിലും തുടർന്നുകൊണ്ടിരുന്നതാണ്. ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം വന്നപ്പോഴാണ് അത് യഥാർത്ഥ പ്രതികളിലേക്ക്, ആസൂത്രകരിലേക്കൊക്കെ അന്വേഷണം എത്തുകയും അതിനുശേഷം ഈ സംവിധാനം കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് കണ്ണൂരിലെ പല പാർട്ടി നേതാക്കൾക്കും ബോധ്യം വരികയും ചെയ്യുന്നത്. കാരണം ക്രിമിനലുകളെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും ചെയ്താൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നുള്ള വിപത്ത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ സഹായം നൽകുന്ന പാർട്ടിയുടെ ഉയർന്ന നേതാക്കൾ ജയിലിൽ പോകേണ്ടി വന്നാൽ അത് പാർട്ടിയെ ആകെ ബുദ്ധിമുട്ടിലാക്കുമെന്ന തോന്നൽ വേറൊരു ഭാഗത്ത്. ഈ രണ്ട് വീക്ഷണങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ണൂരിൽ ആയെങ്കിയെ പോലെ ഒരാളെ തള്ളിപ്പറയാൻ എം വി ജയരാജനെയും എം വി ഗോവിന്ദനെയും സാക്ഷാൽ പിണറായി വിജയനെ പോലും പ്രേരിപ്പിക്കുന്നത്. കാരണം ഇനി ഇത്തരം ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ പാർട്ടിക്ക് താല്പര്യമില്ല എന്നാണ് അവർ പരസ്യമായി തന്നെ പറയുന്നത്. ഇപ്പോൾ ഈ അർജുൻ നായകയെ പോലെയുള്ള ആളുകൾ ഇനിയും പാർട്ടിയിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവരുടെ നിരവധി സംഘങ്ങൾ ഇപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം എടുക്കുന്ന സമീപനം പാർട്ടിയെ ഒരു പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ. അല്ല, ഇത് ചെറുപ്പക്കാരിൽ വലിയൊരു വിഭാഗത്തെ അവർ കൂടെ നിർത്തുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റില്ല. കാരണം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് എടുത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് മയക്കുമരുന്ന് കച്ചവടക്കാർക്കെതിരെയുള്ള നിലപാടാണ്. കേരളത്തെ സംബന്ധിച്ച് മയക്കുമരുന്നിൻ്റെ ഒരു വ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്. ഹൈസ്കൂളുകളിൽ പോലും യു പി സ്കൂളുകളിൽ പോലും മയക്കുമരുന്നിൻ്റെ കണ്ണികളെത്തുകയും അധ്യാപികമാർ പോലും അതിൻ്റെ വിൽപ്പനക്കാരായി മാറുകയും പോലീസുകാരും എക്സൈസുകാരും ഉൾപ്പെടെ മയക്കുമരുന്ന് ലോബിയുടെ ആശ്രിതരായി മാറുകയും ചെയ്യുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലുണ്ട്. അത് ഹൈബ്രിഡ് കഞ്ചാവും MDMA പോലുള്ള സംഗതികൾ ധാരാളമായിട്ട് കുഗ്രാമങ്ങളിൽ പോലും വിതരണം ചെയ്യുന്ന ശൃംഖലയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ധാരാളം ചെറുപ്പക്കാരുണ്ട്. അവർ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സംരക്ഷണം കിട്ടാനുള്ള ഒരു മറയായി ഈ പാർട്ടികളെയും യുവജന സംഘടനകളെയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത്തരം രീതിക്കെതിരെ, അത്തരം വിതരണക്കാർക്കെതിരെ പോലീസ് അതിശക്തമായ നടപടിയെടുത്തു. രമേശ് ചെന്നിത്തല മുൻകൈ എടുത്തിട്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവന്നപ്പോൾ നമുക്കറിയാം, വടകരയിലെ 3 ടീച്ചർമാരാണ് അതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് അത്ഭുതം തോന്നും. അധ്യാപികമാരൊക്കെ ഇങ്ങനെ ഈ ഒരു നെറ്റ്വർക്കിൽ ലക്ഷക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അവർ കുട്ടികളെ പോലും ഇതിനു വേണ്ടി മയക്കുമരുന്ന് വിതരണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അത് ഇനിയും ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ആലോപിക്കുന്നുണ്ട്. കൃത്യമായൊരു മാഫിയ പ്രവർത്തനമായിട്ട് അത് വളർന്നിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ, ചെറുപ്പക്കാർ, പലപ്പോഴും സാമൂഹ്യ രംഗത്ത് പകല് വലിയ സാമൂഹ്യ പ്രവർത്തനമായി നടക്കുന്ന ആളുകൾ രാത്രിയിൽ മയക്കുമരുന്ന് കച്ചവടക്കാരായി മാറുന്നുണ്ട് എന്ന തിരിച്ചറിവ് ഒരുപക്ഷെ CPM അടക്കമുള്ള പാർട്ടികളിലേക്ക് വരുന്നുണ്ട്. ഇവരെ ഒന്നും ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ അവർക്ക് കഴിയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് അർജുൻ ആയങ്കിയുടെ മാതൃകയിലുള്ള ധാരാളം ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ ആയങ്കിക്ക് വേണ്ടി വാദിക്കുന്നവരും, ഇത്തരം പ്രവർത്തനങ്ങളാണ് വിപ്ലവ പ്രവർത്തനം തെറ്റിദ്ധരിച്ചിട്ടുള്ളവരും, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും യുവജന സംഘടനകളെയും മറ്റും അതിൻ്റെ ഒരു മറയാക്കി മാറ്റുകയും ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും ഭയപ്പെടുന്നൊരു ഘട്ടമുണ്ട്. അത് ഈ ഗവൺമെൻറ്റിൻ്റെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇപ്പം CPM പോലുള്ള പാർട്ടികൾ ക്രിമിനലുകളെ ഉപയോഗിക്കും. പക്ഷേ ക്രിമിനലുകളെ മാത്രം സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം പൊതുസമൂഹത്തിനകത്ത് ധാരാളം പേര് ക്രിമിനൽ പ്രവർത്തനങ്ങളെ എതിർക്കുന്നവരുണ്ട്. ഈ പൊതുസമൂഹത്തിൻ്റെ വോട്ടും അവരുടെ പിന്തുണയും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, അധികാരം കിട്ടാനും പ്രധാനമാണ്. അതില്ലെങ്കിൽ അധികാരം കിട്ടില്ല, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല, പാർട്ടിക്ക് വളരാൻ കഴിയില്ല, പാർട്ടിക്ക് വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവണതകളെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഒരു തിരിച്ചറിവ് അവരുടെ നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം തള്ളിപ്പറയലുകൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ചില ചാനൽ ചർച്ചകളിലും മാധ്യമ ചർച്ചകളിലും
അതുപോലെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊരു പ്രവണത എന്താ വെച്ചാൽ അർജുൻ നായകിയുടെ ഒരു അറസ്റ്റിനെയും ടി ജി മോഹൻദാസിനെയും അറസ്റ്റിനെയും ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുകയും ഇതിനെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഇത് അങ്ങനെ താരതമ്യം ചെയ്യാവുന്ന രണ്ട് അറസ്റ്റുകളാണ്. ടി ജി മോഹൻദാസിൻ്റെ കേസ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ആസൂത്രിതമായി നടത്തുന്ന ഇസ്ലാമോഫോബിയായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് എത്രയോ വർഷങ്ങളായി അവരുടെ ഒരു പ്ലാനിൻ്റെ ഭാഗമാണ്. ടി ജി മോഹൻദാസ് ആദ്യമായിട്ട് പറയുന്നതല്ലത്. ടി ജി മോഹൻദാസ് എത്രയോ വർഷങ്ങളായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അയാൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഗോഡ്സെയാണ്. ഗോഡ്സെയുടെ കാലത്ത് അദ്ദേഹത്തിന് ഒരു യൂട്യൂബോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റിയില്ല. പക്ഷേ വ്യക്തികളോട് ഗോഡ്സെ പറഞ്ഞുകൊണ്ടിരുന്ന ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കേരള ഗോഡ്സെയായി മാറിയിട്ടുണ്ടത് അങ്ങനെയാണ്. കുറേ കൂടി അത് വിപുലീകരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അത് ടി ജി മോഹൻദാസ് മാത്രമല്ല, ശശീല ടീച്ചർ ചെയ്യുന്നുണ്ട്, ആർ വി ബാബു ചെയ്യുന്നുണ്ട്, മത്സൻ തില്ലങ്കേരി ചെയ്യുന്നുണ്ട്, നൂറുകണക്കിന് സംഘപരിവാർ പ്രൊഫൈലുകൾ അത് ചെയ്യുന്നുണ്ട്. അതവരുടെ ഒരു സിസ്റ്റമാറ്റിക്കായ ക്യാമ്പയിൻ്റെ ഭാഗമാണ്. പലപ്പോഴും അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ അതിനോട് വിയോജിപ്പുള്ളവർ അവരുടെ വിയോജിപ്പ് പറയുന്നല്ലാതെ ഗവൺമെൻറ് കാര്യമായ നടപടികൾ എടുക്കാറില്ല. ഒരു കേസ് രജിസ്റ്റർ ചെയ്യും, ആ കേസ് കോടതി കിടക്കും, നടപടികളൊന്നും ഉണ്ടാവില്ല, അറസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് സംഘപരിവാറിൻ്റെ ആളുകൾക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഞങ്ങളെ തൊടില്ല, കാരണം ഞങ്ങൾ കേന്ദ്രം ഭരിക്കുന്നവരാണ്. പക്ഷേ ജന്തർ മന്ദർ സംഭവത്തിന് ശേഷം വന്നിട്ടുള്ള സമൂഹത്തിലുണ്ടായിട്ടുള്ളൊരു വലിയ മാറ്റം അമിത്ഷായെയും മോദിയെയും പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന കാലം പോയി എന്നുള്ളതാണ്. അമിത്ഷാ ഇപ്പോൾ മറ്റുള്ളവരെ പേടിച്ചിട്ട് പാർലമെൻറ്റിൽ പോലും പോകുന്നില്ല, പേടിച്ച് നടക്കുകയാണ്. മോദി ഏതാണ്ട് തീർന്ന വട്ടാണ്. അയാൾക്ക് ഇനി അയാളുടെ ഈ 56 ഇഞ്ചിൻ്റെ കേമത്തൊക്കെ അവസാനിച്ച് വളരെ ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ഭയപ്പെടേണ്ട ഒരു ശക്തിയല്ല എന്ന ബോധ്യമാണ് യഥാർത്ഥത്തിൽ ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് വന്നത്. അത് അവരുടെ സമരം മാത്രമല്ല, അവരുമായി അലൈ ചെയ്ത SFI, ASF, ഐസ തുടങ്ങിയ സംഘടനകൾ, മറ്റ് ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ, അവരെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് ഇനി അധികം മുന്നോട്ട് ഇന്ത്യയിൽ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഇപ്പോൾ പഴയതുപോലെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തുള്ളേണ്ട കാര്യമില്ല. അതും ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ടി ജി മോഹൻദാസ് അറസ്റ്റിലേക്കാവുന്നതിൻ്റെ ഒരു ഘടകമാണ്. കാരണം ടി ജി മോഹൻദാസ് വളരെ സമർത്ഥമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹം മികച്ചൊരു വക്കീലാണ്, നന്നായി നിയമം പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് ഇതിൻ്റെ ലോപ്പുകളൊക്കെ അറിയാം, നിയമത്തിൻ്റെ വഴികളൊക്കെ അറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. കാരണം അതിൻ്റെ നിയമത്തിൻ്റെ എല്ലാ നൂലാമാലയും പഠിച്ചിട്ട് അതിൽ നിന്ന് ഒഴിവാകാനുള്ള എല്ലാ വഴിയും നോക്കിയിട്ടാണ് മോഹൻദാസ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മോഹൻദാസിനെ അങ്ങനെ വെറുതെ വിടേണ്ട എന്നൊരു നിലപാടിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എത്തി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിനെ പലപ്പോഴും സോഷ്യൽ മീഡിയ കാണുന്നൊരു തമാശ, കേരളത്തിലെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിൻ്റെയും മറ്റ് ശക്തികളുടെയും ഒക്കെ അതിനെയൊക്കെ തടയേണ്ട ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനാണെന്നുള്ളൊരു പ്രചരണം മുസ്ലിം സമുദായത്തിനകത്ത് രൂപപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇത് മുസ്ലിം ലീഗിൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ PM ശ്രീ നടപ്പാക്കുന്ന പ്രശ്നം വരുമ്പോഴും മുസ്ലിം ലീഗാണ് ഉത്തരം പറയുന്നത്. മുസ്ലിം ലീഗിൻ്റെ പ്രശ്നമല്ലത്, മുസ്ലിങ്ങളുടെ ഒരു വിഷയമല്ല. കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെയും ജനാധിപത്യവാദികളുടെയും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഉത്തരവാദിത്വമാണിത്. മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് അതിനകത്തൊരു ഉത്തരവാദിത്വമില്ല. ഇതെല്ലാം മുസ്ലിം ലീഗ് തടയണം എന്ന് പറയുന്നതിന് യുക്തിയില്ല. അങ്ങനെ ഇതെല്ലാം മുസ്ലിം ലീഗ് തടയണം എന്ന് പറയുന്ന ആളുകൾ മിക്കവാറും പഴയ SDPI ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന SDPI പോലെ മിക്കവാറും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം ചില പ്രസ്ഥാനങ്ങളാണ്. അവർ ആലോചിക്കേണ്ടത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ പോലീസ് എങ്ങനെയാണ് പെരുമാറിയെന്നാണ്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്? കേരളത്തിലെ പോലീസ് കഴിഞ്ഞ 10 വർഷം ഏത് നിലയ്ക്കാണ് മുസ്ലിങ്ങളോടും ദളിതരോടും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരോടും മാവോയിസ്റ്റുകളോടും ഒക്കെ പെരുമാറിയത് എന്നാണ് അവർ അന്വേഷിക്കേണ്ടത്. അത് മുസ്ലിം ലീഗിൻ്റെ പ്രശ്നമായിരുന്നില്ലല്ലോ, മുസ്ലിം ലീഗ് ഭരണത്തിലുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ജനാധിപത്യ മതനിരപേക്ഷ അന്തരീക്ഷം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം പ്രാഥമികമായി ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കും ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തകർക്കും മതനിരപക്ഷവാദികൾക്കും തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സംഘടനയുടെ ബാധ്യതയല്ല. ആ നിലയ്ക്ക് തന്നെ അതിനെ കാണേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് ഇന്ന് ആ നിലയിൽ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയെ കുറ്റപ്പെടുത്തി പറയുന്നതിന് യുക്തിയില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പാർട്ടിയെ വിമർശിക്കുക, അവർ കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെതിരെ അത്തരം വിമർശനം ഉന്നയിക്കുന്നതിൽ പ്രശ്നങ്ങളില്ല. കാരണം അവർക്ക് ചുമതലയുണ്ട്, അവരുടെ കയ്യിൽ വകുപ്പുകളുണ്ട്, അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ വേറെ നിലയ്ക്ക് അതിനെ കാണുന്നതിൽ യുക്തിയില്ല. ഇതിലിപ്പോൾ ഒരു വിമർശനം ഉയർന്നു വന്നുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് RV ബാബുവിനെതിരെ കേസെടുത്തിട്ടുണ്ട്,
കെ സുരേന്ദ്രൻ കേസെടുത്തിട്ടുണ്ട്. അതുപോലെ ജോർജ് PC ജോർജ് കുറച്ച് ദിവസം ലോക്കപ്പിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കേസുകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ദിര പോലെയുള്ള ആകാശവാണി ജീവനക്കാരെ അവരിതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വരുന്നൊരു പ്രധാന വിമർശനം എന്താണെന്ന് വെച്ചാൽ മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ കുറേ സമയമെടുത്തിരുന്നു. ഇത്രയും സമയമെടുത്തത് ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന് ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥത കുറവുണ്ട്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയുടെ ഒരു പശ്ചാത്തലമായിട്ട് ആളുകൾ പൊതുവെ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു സംഘപരിവാർ അനുകൂല സംഗീത്തല എന്നാണ് ചെന്നിത്തലയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥത കുറവുണ്ട് എന്നുള്ളൊരു വിമർശനം പൊതു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? ആ വിമർശനം ഉന്നയിക്കുന്നവർ കേരളത്തിൽ എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്തവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി വന്നതിന് ശേഷം IPS ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ പ്രവർത്തിക്കുന്നത്, എല്ലാ സ്റ്റേറ്റിലെയും IPS ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. കുറേ കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ IAS IPS ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ് അമേരിക്കയിലാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിൽ ഒരു ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും കേരളത്തിലുള്ള ഏറ്റവും ഉയർന്ന തട്ടിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. IAS IPS മേഖലയിൽ അത് വളരെ പ്രകടമാണ്. IASകാരെ സംബന്ധിച്ച് അവർ എപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് അവർക്കൊരു പ്രശ്നമല്ല, സെൻട്രൽ ഗവൺമെൻറ് അവർക്കൊരു പ്രശ്നമാണ്. കാരണം അവരെപ്പോഴും സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട്, സെൻട്രൽ കേഡറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവിടുത്തെ ഉപദേശങ്ങളെ അവർ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ട് MR അജിത് കുമാർ ആയാലും ശ്രീജിത്ത് ആയാലും ഏത് ഉദ്യോഗസ്ഥരായാലും അവരുടെ മുമ്പിലുള്ള ഒരു പ്രോബ്ലം അവർക്ക് കേന്ദ്രത്തെ അനുസരിച്ചേ പോകാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, മുമ്പത്തെ നിന്ന് കുറേ കൂടി ശക്തമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുന്നതുകൊണ്ട് ഗവർണർമാർ സംസ്ഥാന ഭരണത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്വാധീന ശക്തിയായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഗവർണർ ഉറച്ച RSSകാരനാണ്. അയാളുടെ താല്പര്യങ്ങളെ മറികടക്കാൻ കഴിയുന്ന ഇച്ഛാശക്തി തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിമിതി, ഈ ഗവൺമെൻറ്റിനകത്ത് പരിചയസമ്പന്നരായ മന്ത്രിമാർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. MLAമാർ, ഈ നിയമസഭയുടെ ഒരു പ്രത്യേകത, 140 അംഗ നിയമസഭയ്ക്കകത്ത് 71 പേരും ആദ്യമായിട്ട് ജയിച്ചു വരുന്നവരാണ്, നവാഗതരാണ്, പകുതിയിലധികം. കേവല ഭൂരിപക്ഷത്തിലുള്ള ആളുകൾ പുതുതായിട്ട് ജയിച്ച് ആദ്യമായിട്ട് നിയമസഭയിൽ വരുന്നവരാണ്. മന്ത്രിമാരിൽ ബഹുഭൂരിപക്ഷവും ആദ്യമായിട്ട് നിയമസഭയിൽ വരുന്നവരും ആദ്യമായിട്ട് മന്ത്രിമാരാവുന്നവരാണ്. അതിൽ കുറച്ച് പരിചയമുള്ളത് രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾക്കാണ്. VD സതീശൻ മുമ്പ് ഒരിക്കലും മന്ത്രി ആയിട്ടില്ല, MLA ആണ്, മന്ത്രി ആയിട്ടില്ല. ഭരണതലത്തിലാണെങ്കിൽ ഈ പോലീസിലെ സ്ഥലം മാറ്റങ്ങൾ, കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് നടപ്പായിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും പിണറായി വിജയൻ്റെ ഒരു വലിയ സംവിധാനം NGO മേഖലയിൽ എല്ലാ ആഫീസുകളിലും പോലീസിലുൾപ്പെടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് മാറിയിട്ടില്ല. അത് മാറ്റണമെങ്കിൽ അത്ര സൂക്ഷ്മമായിട്ടും വളരെ വേഗത്തിലും UDF പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ UDFന് അതിന് കഴിയുന്നില്ല, ആ നിലയ്ക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തല ഒരു സംഖ്യയാണെന്നുള്ള പ്രചരണത്തിൽ യാതൊരു അടിസ്ഥാനമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം വിശ്വാസിയാണ്. വിശ്വാസികളെല്ലാവരും സംഖ്യകളാവണമെന്നില്ല. പിണറായി വിജയൻ സംഘപരിവാറിനോട് സ്വീകരിച്ച മൃദു സമീപനം പോലും രമേശ് ചെന്നിത്തലയിൽ നിന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ അറിയുന്നതുകൊണ്ട് സംഘപരിവാറുമായിട്ട് ആ നിലയ്ക്കുള്ള ഒരു ഇടപെടലിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാറിനെതിരായ ഒരു വിധിയെഴുത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, CPIM-നകത്തുള്ള വലിയൊരു വിഭാഗവും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് സെക്കുലറിസത്തിന് വേണ്ടിയാണ്, മതനിരപക്ഷത്തിന് വേണ്ടിയാണ്. BJP-യോടുള്ള വിധേയത്വം പാടില്ല എന്ന ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് UDFന് ഇത്ര വലിയ മാർജിൻ ലഭിച്ചത്. അതുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് സംഘപരിവാറിനോട് ചേർന്ന് പോകുന്ന ഒരു രാഷ്ട്രീയത്തിന് കേരളത്തിൽ നിലനിൽപ്പുണ്ടാവില്ല എന്ന് UDF അത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിലൊരു വേറൊരു ചെറിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അതായത് നേരത്തെ പറഞ്ഞു, അതായത് കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിൽ തന്നെ ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു സാന്നിധ്യം യഥാർത്ഥത്തിലുണ്ട്. അതായത് ആര് അധികാരത്തിൽ വരുമ്പോഴും അതിനെ തീരുമാനിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന ഒരു സവർണ സംഘപരിവാര സ്വഭാവത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദവും അതുപോലെ തന്നെ ഒരു സിവിൽ സൊസൈറ്റിയുടെ ഭാഗം പോലെയായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ആ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഇവിടെ നിലവിലുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ സമയത്ത് മാത്രമല്ല ഉണ്ടാവുക. അത് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം നമ്മൾ കാണുന്നുണ്ട്. പിണറായി വിജയനെ പോലുള്ള ആളുകൾക്ക്
പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പരിമിതികൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോഴുള്ള സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഈ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലൊരു രാഷ്ട്രീയ സദാചാരത്തിന്റെ പ്രശ്നം ഉണ്ടാകും. കേരളത്തിലെ രാഷ്ട്രീയക്കാര് എല്ലായ്പ്പോഴും എതിരാളിയെ എതിർക്കുന്നതിനുള്ളൊരു വടിയായിട്ട് മാത്രമാണ് സംഘപരിവാരം ഉപയോഗിക്കുന്നത്. ഈ ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനത്തെക്കുറിച്ച് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ആ ഒരു അലവൻസ് കൊടുക്കാറില്ല. അല്ലെങ്കിൽ ഈ ഡീപ് സ്റ്റേറ്റിനെ എതിർക്കേണ്ടത് തങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഈ ഭരണപക്ഷത്തുള്ള പിണറായി വിജയൻ സർക്കാരിനും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും അതിലൊരു ബാധ്യത ഉണ്ടെന്നുള്ള കാര്യം അവർ മറക്കാറില്ല. ഉദാഹരണത്തിന് PMC എടുക്കാം. PMC എടുത്തു കഴിഞ്ഞാൽ PMCയിലെ ഫണ്ട് അവർ ഒപ്പിട്ടില്ലെങ്കിൽ കൊടുക്കാൻ പോകാത്തത് SSAയുടെ ഫണ്ടാണ്, അല്ലാണ്ട് PMCയുടെ ഫണ്ടല്ല. ഇപ്പൊ തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വേറെ ഫണ്ടാണ് അവർക്ക് കിട്ടാനുള്ളത്, എന്തായാലും ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ വേറൊരു ഫണ്ട് തരില്ല എന്ന് പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടൊരു കേസിന് പോയി. എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നം അതാണ്, ഒരു സർക്കാരിനെ നിർബന്ധിക്കുകയാണ് ചില കാര്യങ്ങൾ ഒപ്പിടിപ്പിക്കാനായിട്ട്. ഇതിവിടെ മാത്രമല്ല, നേരത്തെ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മൾ അവരുടെ BOT പദ്ധതിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ റോഡ് നന്നാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം 3-4 കൊല്ലം കേരളത്തിലെ പല ദേശീയപാതകളും ഇടിഞ്ഞു പൊളിഞ്ഞ് കുണ്ടും കുഴിയായിട്ട് കിടന്നു. അവസാനം പാലക്കാട് ആളുകളൊക്കെ പ്രതിഷേധിച്ച ഘട്ടത്തിൽ സർക്കാരിനെ നിർബന്ധിച്ചിട്ടാണ് അവർ ഇതിലേക്ക് എത്തിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനം കേരളത്തിൽ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിന്റെ ഉള്ളിൽ വളരെ ശക്തമാണ്. ഇതിൻ്റെ ഉള്ളിൽ വേണം ഒരു സംസ്ഥാന സർക്കാരിന്, വിവിധ പ്രവിശ്യകളുടെ സർക്കാരുകൾക്ക് പ്രവർത്തിക്കാനായിട്ട്. ഈ ഒരു പ്രശ്നത്തെ ഒരിക്കലും പ്രതിപക്ഷങ്ങൾ മനസ്സിലാക്കാറില്ല. അതായത് നേരത്തെ ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും ഈ ഒരു അലവൻസ് പിണറായി വിജയന് കൊടുത്തിട്ടില്ല. തിരിച്ച് ഇവർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അവരും ഈ അലവൻസ് കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെല്ലാം ഇപ്പോഴും സംഘപരിവാറിനെ എതിരാളികൾ അടിക്കാനുള്ള ഒരു വടിയായിട്ട് കണക്കാക്കുന്നതിനപ്പുറത്തേക്ക് സംഘപരിവാർ തങ്ങൾ കൂടിച്ചേർന്ന് എതിർക്കേണ്ടതായിട്ടുള്ള ഒരു ശക്തിയാണ് എന്ന ഒരു രാഷ്ട്രീയ സദാചാരം എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ വെച്ച് പുലർത്താത്തത്? മിനിമം കേരളത്തിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, കേരളത്തിൽ സംഘപരിവാറിൻ്റെ സ്വാധീനത്തെ കുറച്ച് കാണുന്നു എന്നുള്ളതാണ്. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അതിനെ വേണ്ടത്ര ഗൗരവത്തിൽ കാണുന്നില്ല. അവർക്ക് MLA-മാരൊക്കെ കുറവാണല്ലോ എന്നുള്ള ഒരു ഈസി ആയിട്ട് വിടുകയാണ്. യഥാർത്ഥത്തിൽ MLA-മാരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ സാമൂഹിക സ്വാധീനം എത്രയുണ്ട്, ഭരണയന്ത്രത്തിൽ അവർക്ക് എത്രമാത്രം സ്വാധീനമുണ്ട് എന്നതാണ് പരിഗണിക്കേണ്ടത്. കോടതിയിൽ അവർക്ക് എത്ര സ്വാധീനമുണ്ട്, അഭിഭാഷക സമൂഹത്തിൽ അവർക്ക് എത്ര സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്, പൊതുബോധത്തിൽ, സാമൂഹ്യ ബോധത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട്, മാധ്യമങ്ങളിൽ എത്രത്തോളം സ്വാധീനമുണ്ട്. ആ നിലയ്ക്കാണ് നമ്മൾ ഈ വലതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുത്വയുടെ സ്വാധീനത്തെ പരിശോധിക്കേണ്ടത്. ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മേൽക്കോയ്മ, ഭരണതലത്തിലെ മേൽക്കോയ്മ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആർക്കാണ്? കേരളത്തിൽ എപ്പോഴും ഒരു ഒളിഗാർക്കി ഉണ്ട്. ആ ഒളിഗാർക്കി എന്ന് പറയുന്നതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഇവിടുത്തെ നായർ സമുദായവും സവർണ ക്രിസ്ത്യൻ സമുദായമാണ്. ഈഴവർക്ക് പോലും അതിനകത്ത് വലിയ സ്വാധീനമില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ ഒരു ഒളിഗാർക്കിയെ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുക. ഒളിഗാർക്കി മറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ഓരോ കസേരയും പരിശോധിച്ചാൽ അറിയാം ഈ ഒളിഗാർക്കി എത്രമാത്രം ശക്തമാണ്. പോലീസിൻ്റെ ഹയറാർക്കിയിൽ അത് പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും ഈ ഒളിഗാർക്കി എത്ര ശക്തം. കോടതികളിലെ ജഡ്ജിമാരുടെ ഒരു പരിശോധന നടത്തിയാൽ മാധ്യമങ്ങളുടെ ഏറ്റവും ഉയർന്ന തലപ്പത്തിരിക്കുന്ന ജീവനക്കാർ, അതിൻ്റെ എക്സിക്യൂട്ടീവ് ലെവലിലിരിക്കുന്നവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഈ ഒളിഗാർക്കിയെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ സാമൂഹികമായിട്ട് ഇത് ഈ ഒളിഗാർക്കി ഒരിക്കലും വിമർശിക്കപ്പെടാറില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഇതൊരു ഡീപ് സ്റ്റേറ്റ് ആണ് എന്ന നിലയ്ക്കുള്ള വിമർശനങ്ങൾ വരാറില്ല. അത് വരാത്തത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു പരിമിതിയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ, ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതാക്കളായാലും താഴെത്തട്ടുള്ളവരായാലും, കേരളീയ സമൂഹത്തിനകത്ത് എന്തൊക്കെ ശക്തികളാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തയ്യാറല്ല. അവരിൽ പലരും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ പലരും പഠനത്തിൽ ഉദാസീനരാണ്. വിദ്യാഭ്യാസ യോഗ്യതകൾ വളരെ കുറഞ്ഞ ആളുകളാണ്. പലരും വേണ്ടത്ര ആഴത്ത് പഠിക്കാൻ ശേഷിയുള്ളവരല്ല, പഠിക്കാൻ താല്പര്യമുള്ളവരല്ല. വളരെ കുറച്ച് പേര് മാത്രമാണ് രാഷ്ട്രീയത്തെയും സാമൂഹിക ജീവിതത്തെയും ഗൗരവപൂർണ്ണം കാണുന്നത്. അങ്ങനെ ഗൗരവപൂർവ്വമായിട്ട് കാണുന്ന ഇതൊരു വ്യവസ്ഥയ്ക്കെതിരായ സമരമാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഒളിഗാർക്കി ഉണ്ടെന്നും ആ ഒളിഗാർക്കിയാണ് കേരളത്തിൽ ഡീപ് സ്റ്റേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്നും ആ ഡീപ് സ്റ്റേറ്റ് കേന്ദ്രത്തിലെ ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു ഐക്യമുള്ള രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ ഇല്ല. കേരളത്തിലെ എല്ലാ പാർട്ടികളിലെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭൗതിക നിലവാരം എന്ന് പറയുന്നതും
അന്വേഷണത്വര എന്ന് പറയുന്നതൊക്കെ വളരെ വളരെ ദയനീയമാണ്. അതുകൊണ്ട് അവർക്ക് ബോധ്യമില്ലാത്ത, അവർ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം രാഷ്ട്രീയ പ്രയോഗമായിട്ട് വരില്ല. രാഷ്ട്രീയ സംഘടനകൾ ഇതിനെ എതിർക്കണമെങ്കിൽ അതിൻ്റെ നേതൃത്വത്തിന് ഇതേക്കുറിച്ച് ധാരണ ഉണ്ടാവണം. അതില്ലാത്തതുകൊണ്ട്, നേതാക്കന്മാർക്ക് അതേക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട് അണികൾക്കും അങ്ങനെ ഒരു കൺസേൺ ഇല്ല. ഇത് എതിർക്കപ്പെടേണ്ടതാണെന്നോ ഇതൊരു വ്യവസ്ഥയ്ക്കെതിരായ സമരമാണെന്നോ ഈ ഒളിഗാർക്കിയാണ് ജനങ്ങൾക്ക് എതിരായി നിൽക്കുന്നതെന്നോ അത് ജനാധിപത്യ വിരുദ്ധമാണെന്നോ ഉള്ള ധാരണയിലേക്ക് പോകാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയാത്തതുകൊണ്ട് തന്നെ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് അവർക്ക് അങ്ങനെയൊരു തിരിച്ചറിവ് പോലും ഉണ്ടാവുന്നില്ല. നേരത്തെ ഈ സവർണ ഒരു ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡർ എന്നൊക്കെ മുൻകാലങ്ങളിൽ വിളിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ യഥാർത്ഥ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ വാക്കുകളിൽ നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല, അതൊരു ഇന്ത്യയിൽ എല്ലായ്പ്പോഴും നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേയും കൂടി ജാതി രാഷ്ട്രീയം, ജാതികളുടെ മേൽക്കോയ്മ കുറേയും കൂടി ശക്തമാകുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റാഡിക്കലായിട്ട് സംസാരിക്കുന്ന മാധ്യമങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഇതിനൊരു കമ്പയർ ചെയ്തുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരുന്നതിന്, അതായത് ചൂഷണത്തിനെതിരെയും അതുപോലെ തന്നെ സവർണ മേധാവിത്വത്തിനെതിരെയും അതുപോലെ ജാതി വിരുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നതിന് പകരം പല പത്രങ്ങളും പല ചാനലുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇതിനെ പിണറായി വിജയനും സതീശനും തമ്മിലുള്ള ഒരു വടംവലിയോ അല്ലെങ്കിൽ എന്തൊരു പ്രശ്നമോ ഒക്കെ ആക്കി മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ ചില ചാനലുകളൊക്കെ ചർച്ച ചെയ്തത് അർജുനായെങ്കിലും TG മോഹൻദാസ് ഇങ്ങനെ ഒരു കമ്പാരിസണിലൂടെ ഒക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊരു മാധ്യമങ്ങളുടെ ഒരു ഇന്റലിജൻസിന്റെ കൂടെ ഒരു പ്രശ്നമില്ല. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പരിമിതി അതിനകത്തുണ്ട്. കാരണം മാധ്യമ പ്രവർത്തനം എന്നുള്ളത് കേരളത്തിൽ ഏതാണ്ട് മിക്കവാറും ഒരു 2000 ആണ്ടോടെ അവസാനിച്ചൊരു കാര്യമാണ്. കാരണം അതിനുശേഷം വരുന്നവരൊക്കെ പ്രത്യേകിച്ച് ടെലിവിഷൻ മാധ്യമങ്ങൾ വന്നപ്പോൾ അവർക്ക് ആഴത്തിലുള്ള അന്വേഷണത്തിലുള്ള സമയമില്ല, അതിൻ്റെ താല്പര്യമില്ല. പെട്ടെന്ന് കിട്ടുന്ന അവർക്ക് 24 മണിക്കൂർ നേരത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ വേണം, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഒരു വാർത്തയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയാണ്. ഒരു വാർത്തയുടെ ആ വാർത്തയ്ക്ക് വിശ്വാസ്യതയുണ്ടോ, ആ വാർത്തയിൽ വസ്തുതയുണ്ടോ, ആ വാർത്തയ്ക്ക് അടിസ്ഥാനമായ സാമൂഹ്യ അന്തരീക്ഷം എന്താണ്, അങ്ങനെ പഠിക്കാനോ ശ്രമിക്കാനുള്ള താല്പര്യമില്ല, സമയമില്ല. മാധ്യമങ്ങളുടെ ഉടമസ്ഥരത് ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ ഉപരിപ്ലവമായ ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതായി മാറിയിട്ടുണ്ട്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട ഈ എത്രയോ കാലമായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ അജണ്ടയായിട്ട് പൊരുത്തപ്പെടുന്നില്ല. മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയ്ക്കെതിരായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിനർത്ഥം ഈ മാധ്യമ പ്രവർത്തനം പരാജയമാണെന്നാണ്. കാരണം ജനങ്ങളെ അത് സ്വാധീനിക്കുന്നില്ല. അതൊരു കലാപരമായ ഒരു പ്രകടനം എന്നുള്ളതിനപ്പുറം ഇന്ന് ഈ വിഷ്വൽ മീഡിയയിൽ അത് സ്വാധീനിക്കുന്നില്ല. പ്രിൻ്റ് മീഡിയയെ സംബന്ധിച്ചാണെങ്കിൽ അവർ മുൻപത്തെ പോലെ അന്വേഷണാത്മകമായ ഒരു കാര്യത്തിലേക്ക് പോകാൻ അവർക്ക് സാധിക്കാത്ത പ്രശ്നമുണ്ട്, തടസ്സങ്ങളുണ്ട്. തടസ്സം വേറൊന്നുമല്ല, ഈ മാധ്യമങ്ങൾക്ക് പിന്നിൽ പണം മുതലിറക്കിയിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങളാണ്. അവർക്ക് വലിയ വ്യാവസായിക താല്പര്യങ്ങൾ, വാണിജ്യ താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതിന് മുറിപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു പരസ്യം പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്നുള്ളത് വ്യക്തികളുടെ ചില ഉത്സാഹങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അത് നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ച് വല്ലാതെ മോഹിക്കുന്നുണ്ടാണ്. അങ്ങനെ മാധ്യമങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷ കേരളത്തിൽ ആവശ്യമില്ല. കാരണം ഒരു ധ്രുവറാത്തയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്വാധീനം, ഒരു രവീഷ് കുമാറിന് ഉണ്ടാക്കാൻ പറ്റിയ സ്വാധീനം, ഒരു നീലു വ്യാസന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനം ഈ കേരളത്തിലെ ഒരു മാധ്യമത്തിലെയും ഒരു മാധ്യമപ്രവർത്തകനും മാധ്യമപ്രവർത്തകയ്ക്കും ഉണ്ടാക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. അത് ഇന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവരൊന്നും പഠിക്കുന്നില്ല, അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല, അവർ അത്ര കഷ്ടപ്പെട്ട് മാധ്യമപ്രവർത്തനം നടത്താൻ തയ്യാറുള്ളവരല്ല. എന്തായാലും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിവിധ മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള, അതായത് ഓരോ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷവും തമ്മിലുള്ള തർക്കമായി പ്രശ്നത്തെ മാറ്റാതെ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വംശീയ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുത്ത് മുന്നോട്ട് വരാൻ അവർ സ്വയം പഠിക്കട്ടെ. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവരെ നമുക്ക് സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ, അങ്ങനെ പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ. അവരത് ചെയ്യുമെന്ന് കരുതാൻ പറ്റില്ല. കാരണം സംഘപരിവാറിനെ കുറിച്ച് അങ്ങനെ ആഴത്തിൽ പഠിക്കുകയോ എതിർക്കാൻ വേണ്ടി പഠിക്കുകയോ അനുകൂലിക്കാൻ വേണ്ടി പഠിക്കുകയോ ചെയ്യുന്ന ഒരു കൾച്ചർ കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഇല്ല. കാരണം ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു പരിമിതി, അവർ മിക്കവാറും ഒരു പഴയ
ഭൂതകാലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഒക്കെ പഴയ 70കളിലെ 80കളിലെ SFI മനോഭാവത്തിൽ നിൽക്കുന്നവരാണ് 90% മാധ്യമപ്രവർത്തകർ. അവരെ വേറെ ലോകത്താണ്. കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായി ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളായിട്ട് ഒരു ബന്ധവും അവർക്കില്ല എന്നാണ് അതിൻ്റെ പരിമിതി. അതിന് പുറത്തുള്ളവരെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തനം അവർ അത്ര ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. അതിൻ്റെ കുഴപ്പം അവിടെയാണ് കിടക്കുന്നത്.